നിന്നോടും എന്നോടും ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. നമ്മെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്തം. ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിറവേറാൻ സമയമായി എന്നാണ് ഇന്ന് രാവിലത്തെ മെസ്സേജ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്, ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ആ പെയ്തിറങ്ങുന്ന മഴയെ ഭൂമി കുടിക്കും. ഭൂമിയിലുള്ള വിത്തുകൾ പെയ്തിറങ്ങിയ മഴയെ ഭൂമി കുടിച്ചത് നിമിത്തം ആ വിത്തുകൾ, നിശ്ചലമായി കിടക്കുന്ന വിത്തുകളിൽ ചലനങ്ങൾ ആരംഭിക്കും. അതിൽ നിന്നും മുള പൊട്ടാൻ തുടങ്ങും. ഹൃദയമാണ് നിലം, പരിശുദ്ധാത്മാവാണ് മഴ. ഹൃദയമെന്ന നിലത്ത് കിടക്കുന്ന വിത്ത് തിരുവചനമെന്ന വിത്താണ്. നീയും ഞാനും ബൈബിള് വായിച്ചപ്പോഴും പ്രസംഗങ്ങൾ കേട്ടപ്പോഴും ധ്യാനിച്ചപ്പോഴും നിന്റെ അകത്ത് ദൈവമിട്ട തിരുവചനമെന്ന വിത്ത് ചലനമറ്റ് കിടക്കുകയാണെങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പെയ്തിറങ്ങുന്ന മഴ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിത്തുകളെ കിളിർപ്പിക്കും. എന്നിട്ട് വായിക്കുക, കിളിർത്തു പൊങ്ങുമ്പോൾ നിന്റെ കുടുംബം ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടാൻ തുടങ്ങും. ചിലരുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറുന്നു. ഉണങ്ങി വാടിപ്പോയ അവസ്ഥകൾ മാറുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, മഴയില്ലാത്ത സമയത്ത് ഭൂമി സ്തോത്രം ഒരു വെള്ളമയം പോലും ഇല്ലാതെ, ഒരു പച്ചില പോലും ഇല്ലാതെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ 4 മഴയൊന്ന് പെയ്യട്ടെ, ഒന്നുമില്ലാത്ത ആ ഭൂമിക്കകത്ത് നിന്ന് 100 വിത്തുകൾ മുളച്ചു വരുന്നത് കാണാം. ഇതുപോലെ തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണ് കിടപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന മഴ പെയ്തിറങ്ങിയാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിക്കാത്ത സ്തോത്രം ഒരു കിളിർപ്പ് അനുഭവിക്കാൻ പോവുക. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മക്കണ്ണുകളിലൂടെ കാണുക, നിന്റെ അകത്തൊന്ന് ചിലത് മുളച്ചു പൊങ്ങാൻ പോവുക. ആ പൊങ്ങുന്ന അനുഭവം പറയുക, നീ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്തു വരിക. ഹല്ലേലൂയ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയമെന്ന നിലത്തു വീണ വചനം പരിശുദ്ധാത്മാവെന്ന മഴ പെയ്യുമ്പോൾ കിളിർത്തു പൊങ്ങി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയെ പോലെ അവർ പുറത്തു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഗോഡ് ബ്ലെസ് യു.